ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പേൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യേ. ഹല്ലേലൂയ. താഴേക്ക് കുറച്ചുകൂടി ഇത്ര വായിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പേൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊരു. ആ അപ്പോസ്തലൻ അവരെ ബ്ലെയിം ചെയ്ത് ചോദിക്കുന്ന ചോദ്യമല്ല, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി ചോദിക്കുന്ന ചോദ്യമല്ല. അപ്പോസ്തലൻ ചോദിക്കുന്നത് അവർ സ്വയം പരിശോധന നടത്താൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ആ, അവരെ കുറ്റം പറയുകയല്ല, മറിച്ച് അവരെ ഒന്ന് പ്രബോധിപ്പിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ വരെയായി, നിങ്ങളുടെ ആത്മമനുഷ്യന്റെ നിലവാരം എങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ആത്മജീവിതം എങ്ങനെയുണ്ട്, നിങ്ങൾ തുടങ്ങിയിടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, മാറ്റങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത് അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പ്രത്യേകിച്ച് ടൂ വീലർ ഒക്കെ എവറി 6 months നമ്മൾ സർവീസിന് കയറ്റുന്നത് പോലെ ആ സമയത്ത് സർവീസിന് കയറ്റിയിട്ട് നമ്മൾ അതിന്റെ ഡാമേജ് ഒക്കെ മാറ്റി, പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി, അതിൽ ആവശ്യമായ ഓയിലൊക്കെ നിറച്ച്, ഹല്ലേലൂയ, അതിന്റെ ഫിൽറ്ററൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ സ്കൂളിംഗ് സമയത്ത് നമ്മൾ എവറി ഹല്ലേലൂയ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ അധ്യാപകർ ഒരു പ്രത്യേക ടൈം പീരീഡിൽ നമുക്ക് റിവിഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ, അത് ഇപ്പോഴും നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇപ്പോൾ ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് റിവിഷൻ തരുന്നത് പോലെ ഒരു തിരിഞ്ഞോട്ടം, അല്ലെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യനെ ഒന്ന് ചെക്ക് ചെയ്യുക. തുടങ്ങിയത് തന്നെയാണോ, അതോ എന്തെങ്കിലും മാറ്റമുണ്ടോ, അതോ തുടങ്ങിയതിന് പുറകിലേക്ക് പോയോ എന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ ദൈവമക്കളെ, അല്ലെങ്കിൽ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളോടൊരു ചോദ്യമായത്, നമ്മുടെ വിശ്വാസം ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നുണ്ടോ. എന്താണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ക്രിസ്തു വിശ്വസിച്ചു എന്നുള്ള വിശ്വാസത്തെ അല്ല, എന്റെ ആത്മമനുഷ്യന്റെ നിലവാരം, അതാണ് ശരിക്കും പറഞ്ഞത് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്റെ സ്പിരിച്വൽ ലൈഫ്, എന്റെ അകത്തെ മനുഷ്യന്റെ നിലവാരം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതൊരു ആജ്ഞയായിട്ടൊന്നുമല്ല, അതൊരു സ്നേഹത്തിലുള്ള ഒരു പിതാവ്, ഒരു ആത്മീയ പിതാവിന്റെ ഹൃദയത്തിൽ കൺസേൺ അദ്ദേഹം തന്റെ വിശ്വാസത്തോട് മക്കളോട് ഷെയർ ചെയ്ത് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ആത്മീയ നിലവാരം പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ആത്മീയ നിലവാരം പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മൾ ഉത്സുകരാം. അതാണ് നമ്മുടെ എപ്പോഴും ആഗ്രഹം. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. പലപ്പോഴും എന്റെ അവസ്ഥ ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും, എന്റെ അടുത്തുള്ള ആളുടെ ആത്മീയ അവസ്ഥ, അല്ലെങ്കിൽ അയാളുടെ എല്ലാ അവസ്ഥകളും എപ്പോഴും വാച്ച് ചെയ്യാൻ ഞാൻ ഇപ്പോഴും ഉത്സാഹമുള്ള വ്യക്തിയാണ്. അതാണ് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ അതായത് ഈ യേശു കർത്താവ് പറഞ്ഞതുപോലെ, സ്വന്തം കണ്ണിലെ കോല് കളഞ്ഞിട്ട് മറ്റുള്ള ആളെ കണ്ണിലെ കണ്ടെടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു വാക്യം അവിടെ ഭയങ്കര എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ആത്മീയ അവസ്ഥകൾ തിരിച്ചറിയുക, മറ്റൊരാളുടെ ആത്മീയ അവസ്ഥകളല്ല, മറിച്ച് നമ്മുടെ ആത്മീയ അവസ്ഥകളൊക്കെ തിരിച്ചറിയുക. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് നമ്മൾ ആത്മീയ അവസ്ഥ, നമ്മൾ എങ്ങനെ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഹോളി സ്പിരിറ്റുമായുള്ള ബന്ധം, നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യത്തിൽ, നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ ചുവട് വയ്ക്കാൻ നമ്മൾ റെഡിയാണോ. ദൈവമായുള്ള ബന്ധത്തിൽ നമുക്കൊരു, അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ ഒരു ഇന്റിമസി വർധനവുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഹല്ലേലൂയ അതിൽ വർധനമുണ്ടോ എന്നുള്ള അതിന് തെളിവ് തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, പ്രൊഡക്ഷനാണ്. അതായത് നമ്മളിലുള്ള ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നമ്മുടെ ആത്മമനുഷ്യൻ വളരുമ്പോൾ നമ്മളിലേക്ക് ചില കൃപാവരങ്ങൾ ദൈവം നമ്മളിലേക്ക് പകർന്നു തരും. അത് ദൈവത്തിന്റെ ദാനമാണ്. പലപ്പോഴും കൃപാവരങ്ങൾ വന്ന ശേഷവും എനിക്കറിയാം, ചിത്ത വിളിച്ചിട്ട് പ്രവചിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ ആരെ ആക്ഷേപിക്കുകയല്ല, നമ്മളത് നമ്മളൊരിതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് സത്യാവസ്ഥ പറയുകയാണ് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതായത് പാപം ചെയ്തിട്ട് പ്രവചിക്കുന്നവരുണ്ട്. അത് അവരും ദൈവമുള്ള കാര്യമാണ്, നമ്മൾ അവരെ വിധിക്കാനല്ല. എനിക്കറിയാം, എന്നോട് ഒരാൾ വന്ന് പ്രവചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞിട്ടില്ല തിരിച്ചു പറഞ്ഞിട്ട്, ഹല്ലേലൂയ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും പ്രവാചനം നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. സ്തോത്രം. അത് ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ്. ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവം നമ്മളിലേക്ക് പകർന്നു തന്നാൽ ദൈവം അത് മാറ്റുന്നില്ല. അതുള്ളത് കൊണ്ട് നമ്മൾ ഭയങ്കരമായ ആത്മീയമായി നമ്മൾ ഉന്നതിയിലാണെന്ന് പറയാൻ സാധ്യവുമല്ല. ദൈവം ചിലത് ഇട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് വലിയ മാറ്റം, നമ്മുടെ ആ ഗ്രോത്തിന് മാറ്റം ഉണ്ടായാലും ഈ ഗിഫ്റ്റ് പോകുന്നില്ല. അതുകൊണ്ട് അതിനെ നോക്കി നമുക്ക് ഒരിക്കലും മനുഷ്യരെ അളക്കാൻ സാധിക്കില്ല. ഷിംഷോനിലേക്ക് ദൈവശക്തി വരുന്നത് നാസീർവ്വതക്കാരനായിരുന്നു. നാസീർവ്വതം
കാത്തു പാലിക്കുന്ന സമയത്തും ദൈവശക്തി വന്നിരുന്നു. പക്ഷെ കൂടാതെ നാസീവ്രതം അദ്ദേഹം തെറ്റിപ്പോയ സമയത്തും അതേ ശക്തി അദ്ദേഹം വന്നിരുന്നു. അതുകൊണ്ട് കൃപാവരത്തിന്റെ അളവ് നോക്കി ഒരാളുടെ ആത്മീയമായ അവസ്ഥയെ അളക്കാൻ സാധ്യമല്ല. അത് ദൈവവുമായുള്ള ബന്ധത്തിലുള്ളതാണ്. പക്ഷെ നമ്മുടെ ആത്മീയ അവസ്ഥയുടെ വർധനവ് നമുക്ക് പ്രകടമാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു തെളിവെന്ന് പറയാം, നമ്മളിൽ നിന്നുള്ള ആത്മാവിന്റെ ഫലം പുറത്തു വരുന്നതാണ്. നമ്മൾ കാണിക്കുന്ന അത്ഭുത മിറക്കിൾ വർക്കുകളല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതാ ഇല്ലെന്നല്ല പറയുന്നത്. ഒരു വ്യക്തി ആത്മീയമായി വളരുമ്പോൾ ആ മനുഷ്യനിലൂടെ ദൈവ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, ഇല്ലെന്നല്ല. ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. അത് 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 ശരിക്കും അതല്ല അതിന്റെ ശരിക്കുള്ള തെളിവെന്ന് പറയുന്നത്. അതൊരു തെളിവ് മാത്രമാണ്. അതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. അത് നമ്മുടെ ആത്മീയമായ നമ്മുടെ ഹല്ലേലൂയ ആ ഒരു നിലവാരം അല്പം താണു പോയാലും ആ മിറക്കിൾ സംഭവിക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മുടെ ആത്മമനുഷ്യനിൽ വർധന ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ. ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. ആ ആത്മാവിന്റെ ഫലം പുറത്തേക്ക് വരുന്നെങ്കിൽ അവിടെയാണ് അതിൽ വർധനമുണ്ടാകുന്നെങ്കിൽ അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ആത്മാമനുഷ്യൻ വളരുന്നുണ്ട്. സ്തോത്രം. എനിക്ക് ഞാൻ വിശ്വാസം ഇരിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമ്മുടെ വാക്കുകൾ മാത്രം ഒതുങ്ങിപ്പോകാറുണ്ട്. നമ്മൾ പ്രവൃത്തി പലപ്പോഴും അത് കാണാറില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തു കൊടുക്കാറില്ല. കേട്ടാൽ തന്നെ നമ്മളതിനെ അനുസരിക്കാറില്ല. പലപ്പോഴും നമ്മൾ അനുസരിക്കാൻ ആഗ്രഹമുള്ളുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ കാരണം നമ്മളത് മാറ്റിവെക്കാറുണ്ട്. പലപ്പോഴും അല്ലേ ഇതെല്ലാം നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളത്. ചിലത് പാവമാണ് നമുക്ക് തിരിച്ചറിവുണ്ട്, അല്ലെങ്കിൽ പാവമെന്നല്ല, നമ്മൾ ദൈവമുള്ള ബന്ധത്തിൽ നമ്മുടെ സമയത്തെ പലപ്പോഴും ഇത് നശിപ്പിക്കുന്ന തിരിച്ചറിവുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ജഡത്തിന്റെ ആ സംഭവം അതിനോടുള്ള ആഗ്രഹം മൂലം നമ്മൾ അതിനെ മാറ്റാറില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്റെ അകത്തുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെയാണ് വീണ്ടും നമ്മുടെ ആത്മമനുഷ്യനുള്ള ചോദ്യം വരുന്നത്. ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആത്മീയ അവസ്ഥയിൽ തന്നെ എന്താണ് നിങ്ങളുടെ ആത്മീയ അവസ്ഥ? നിങ്ങൾ തുടങ്ങിയത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നതോ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ആത്മാവിന്റെ ഫലം നിങ്ങളുടെ ഹല്ലേലൂയ ആത്മമനുഷ്യന് പുറത്തേക്ക് വരുന്നുണ്ടോ? നിങ്ങളുടെ പരിശുദ്ധാത്മാവുള്ള കണക്ഷൻ എവിടെ വരെയാണ്? ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ ഒഴുകി പുറത്തേക്ക് വരുന്നുണ്ടോ? ഇതൊക്കെയാണ് അതിനുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മളോട് ചോദിക്കാം. നമ്മുടെ വണ്ടി നമ്മൾ 6 മാസത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ചില വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിവിഷനൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നതാണെങ്കിൽ ഹല്ലേലൂയ ഈ ഒരു ചോദ്യം എല്ലാ ദിവസങ്ങളിലും നമ്മൾ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു ചെലവുമില്ല, 5 പൈസയുടെ ചെലവില്ല. അതിനുവേണ്ടി നമ്മൾ സമയം പ്രത്യേകം മാറ്റിവെക്കേണ്ട. നമുക്ക് ഈ നിമിഷം നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്റെ വിശ്വാസം അല്ലെങ്കിൽ എന്റെ ആത്മമനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? തുടങ്ങിയിടത്ത് തന്നെ അതേ അളവ് നിൽക്കുകയാണോ, അതോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? കൃപാവരങ്ങൾ ഒരു സൈഡിൽ ഉണ്ടായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയില്ല. അതൊക്കെ ആത്മീയത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ. ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ ഗിഫ്റ്റ് നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടായാലേ വരികയുള്ളൂ. ഉറപ്പായിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആത്മമനുഷ്യന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച, അതായത് ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. ഹല്ലേലൂയ. അത് ഫ്രൂട്ട് ഇല്ലെങ്കിൽ, ഒരു മരം വലുതായി പൂത്തുളർത്ത് ഫ്രൂട്ട് പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ എത്ര വലിപ്പത്തിൽ വളർന്നു പറഞ്ഞാലും അത് ആ ഒരു ടൈം ബീങ് ഒരു ഗുണവും ആക്കുകയില്ല. ഒടുവിൽ അത് വളർന്ന് വലുതാകുമ്പോൾ വെട്ടി വിൽക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മറ്റു ഗുണമൊന്നുമില്ല. പക്ഷെ ഫ്രൂട്ട് തരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ആത്മനോട് ചോദിക്കാം, അകത്തെ മനുഷ്യനോട് ചോദിക്കാം, നമുക്ക് തന്നെ ശോധന ചെയ്യാം. എന്റെ വിശ്വാസത്തിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ടോ? ഞാൻ എന്റെ ആത്മമനുഷ്യന് വളർച്ചയുണ്ടോ? എന്നിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ദിവസങ്ങളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കർത്താവോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്നിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നു പിതാവ് എന്നുള്ള ചോദ്യം പ്രാർത്ഥന നമ്മൾ നേരിട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സ്തോത്രം. തുടർന്ന് നമുക്ക് സാക്ഷ്യങ്ങള്